ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ഒരു ചെറിയ ദ്വീപ് രാജ്യമായ ക്യൂബയിലേക്കാണ് പോകുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ രാജ്യം പോലെ തോന്നാമെങ്കിലും ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വലിയൊരു മുന്നറിയിപ്പായി മാറുകയാണ്. അവിടെ വൈദ്യുതിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ തുടരുന്നത്. മുഴുവൻ രാജ്യവും ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. നഗരങ്ങൾ നിശ്ശബ്ദമാണ്, റോഡുകൾ ശൂന്യമാണ്, കടകൾ അടഞ്ഞിരിക്കുകയാണ്. ഇന്റർനെറ്റ് സ്ഥിരതയില്ല. ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം പോലും ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ഏകദേശം 30 മണിക്കൂറോളം വൈദ്യുതിയില്ലാതെ ഈ അവസ്ഥ തുടരുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ വൈദ്യുതിയില്ലാതെ, ഫോൺ സിഗ്നൽ ഇല്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇന്ധനക്ഷാമം, എണ്ണയുടെ കുറവ്, പഴയ വൈദ്യുതി സംവിധാനങ്ങൾ, പരിപാലനത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. അതോടൊപ്പം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഈ സാഹചര്യത്തെ കൂടുതൽ മോശമാക്കി. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ദിവസേന വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഭക്ഷണം ലഭിക്കുന്നത് കഠിനമാണ്. മരുന്നുകളുടെ കുറവ് അനുഭവപ്പെടുന്നു. വിലകൾ ദിവസേന ഉയരുകയാണ്. സാധാരണ ജീവിതം തന്നെ ഏറെ പ്രയാസകരമായി മാറിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങളും നടക്കുന്നു. ആളുകളുടെ അസഹിഷ്ണുത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചില രാജ്യങ്ങൾ ഇന്ധനസഹായം നൽകാൻ ശ്രമിക്കുന്നതോടെ ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ സംഘർഷമുണ്ടാകുന്നുണ്ട്. ഇത് ഒരു രാജ്യത്തിന്റെ പ്രശ്നം മാത്രമല്ല, ലോകത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. വൈദ്യുതിയില്ലെങ്കിൽ ജീവിതം തന്നെ നിലയ്ക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സിസ്റ്റം ദുർബലമായാൽ ഒരു രാജ്യത്തിന് എത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. നാളെ ഇതുപോലുള്ള സാഹചര്യം മറ്റൊരു രാജ്യത്തുണ്ടാകില്ലെന്ന് നമുക്കുറപ്പുണ്ടോ?